പിണറായി വിജയൻ അവർക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മിസ് ആൻഡ്രി, ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥിയായ ശ്രീമതി ഷബാന ആസ്മി, കേരളത്തിന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ, വി കെ പ്രസാദ് MLA, ഫെസ്റ്റിവൽ ക്യൂറേറ്റർ ശ്രീമതി ഗോൾഡ സെല്ലം, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ പ്രേംകുമാർ, ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ ശ്രീ ഷാജി തരുൺ സാർ, പ്രിയപ്പെട്ട ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS, എത്തിച്ചേർന്ന മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രിയങ്കരായ ശ്രീ MA ബേബി, എത്തിച്ചേർന്ന മുൻ സ്പീക്കർ ശ്രീ M വിജയകുമാർ, കേരള നിയമസഭാംഗം ശ്രീ PC വിഷ്ണുനാഥ്, സാംസ്കാരിക സ്ഥാപനങ്ങളുടെ മറ്റ് പ്രമുഖ വ്യക്തികൾ, വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുൻകാലങ്ങളെക്കാൾ കൂടുതൽ വിപുലമായ തരത്തിലാണ് ഈ വർഷത്തെ 23ാമത് IFFK ഫെസ്റ്റിവൽ ഞങ്ങൾ സംഘടിപ്പിച്ചത്. പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ നിലവാരം കൊണ്ടും ലോകശ്രദ്ധ ആകർഷിച്ച കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 29ാം പതിപ്പിനാണ് ഇവിടെ തിരശ്ശീലം. IFFK സംബന്ധിച്ചിടത്തോളം പ്രേക്ഷക പ്രതീക്ഷകൾക്കാർ മികച്ച ഒരു പാക്കേജ് ഒരുക്കാൻ സാംസ്കാരിക വകുപ്പിനും ചലച്ചിത്ര അക്കാദമിക്കും കഴിഞ്ഞിട്ടുണ്ട്. 68 രാജ്യങ്ങളിലായി 177 സിനിമകളിലൂടെ വൈവിധ്യപൂർണമായ ദൃശ്യാനുഭവമായിരിക്കും ഈ മേള സമ്മാനിക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും, മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും, ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 63 സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻതിര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങൾ അടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് മറ്റൊരു ആകർഷണമാണ്. ചലച്ചിത്രകഥയിൽ ശതാബ്ദിയിലെത്തിയ അർമീനിൽ നിന്നുള്ള 7 ചിത്രങ്ങൾ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിന് വളരെയേറെ പ്രാമുഖ്യം നൽകിയ ഒരു മേളയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യങ്ങളുടെ ആമുഖമായി സൂചിപ്പിച്ചു. ഈ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചത് ഏഷ്യയിലെ വനിതാ സംവിധായക പ്രമുഖയായ ആൻഡ്രിയാണ്. ഇന്ത്യൻ സംവിധായിക പായൽ കമ്പാടിക്കാണ് ഈ ഫെസ്റ്റിവലിന്റെ സമാപന ചടങ്ങിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നൽകുന്നത്. ലോകത്തെ വനിതാ ഛായാഗ്രഹൻ പ്രമുഖയായ ഫ്രഞ്ച് സിനിമാറ്റോഗ്രാഫർ ആനീസ് ആണ് ഈ തവണ ജൂറി ചെയർപേഴ്സൺ. ഇന്നത്തെ ഈ ചടങ്ങിലെ മുഖ്യാതിഥി നമ്മുടെ സിനിമാ ലോകത്ത് 50 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ ഷബാന ആസ്മിയാണ്. 7 വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫീമെയിൽ ഗേസ് എന്ന പാക്കേജ് ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. മലയാള സിനിമാ വിഭാഗത്തിൽ 4 വനിതാ സംവിധായകരുടെ സാന്നിധ്യമുണ്ടെന്ന വസ്തുത ആശാവഹമാണ്. ക്യാമറയ്ക്ക് പിന്നിലും സാങ്കേതിക വിഭാഗത്തിലും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചു വരുന്നുവെന്നും അത് തങ്ങളുടേതായ ഇടം മലയാള സിനിമയിൽ അടയാളപ്പെടുത്തുന്നുവെന്നും അടിവരയിട്ട് പറയുന്നതായി ഇന്ദുലക്ഷ്മിയുടെയും ശോഭന പടിഞ്ഞാറ്റിന്റെയും ശിവരഞ്ജനിയുടെയും ആദിത്യ ബേബിയുടെയും സിനിമകൾ കാണാം. മലയാള സിനിമയുടെ ശൈശവദശ മുതൽ 80കളുടെ തുടക്കം വരെ തിരശ്ശീലയിൽ തിളങ്ങിയ
മുതിർന്ന നടിമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് 15-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ആദ്യമായി നടത്തപ്പെടുന്നു എന്നതും ഒരു അഭിമാനകരമായ നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. KR വിജയ മുതൽ ജലജയും മേനകയും മല്ലിക സുകുമാരനും ഉൾപ്പെടെ വിധുബാലൻ ഉൾപ്പെടെ അണിനിരക്കുന്ന വലിയൊരു ചടങ്ങ് ആദ്യമായി IFFKയുടെ ഭാഗമായി ഈ വർഷം നമ്മൾ 15-ാം തീയതി ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ സംരക്ഷണം ലക്ഷ്യമാക്കി ചലച്ചിത്ര രംഗത്തും മറ്റ് മേഖലകളിലും പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായ ഒരു സാഹചര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ മുൻകൈ എടുത്തത് കേരളത്തിലെ ഗവൺമെന്റാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് അത് പാതവഴിയിൽ ഉപേക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയുള്ള ഒരു ശ്രമം ഈ വർഷത്തെ ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി എന്ന കാര്യം സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് അതുപോലെ തന്നെ സിനിമ സാങ്കേതിക രംഗത്ത് സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിരവധി പദ്ധതികളാണ് ഈ കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മൾ നടപ്പാക്കി വരുന്നത്. മലയാള സിനിമയിലെ സാങ്കേതിക രംഗത്ത് സ്ത്രീ സാന്നിധ്യം വളരെ കുറവായിരുന്നു. അത് വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തി ചലച്ചിത്ര അക്കാദമിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തൊഴിൽ പരിശീലന പദ്ധതി, അതിന്റെ ഭാഗമായിട്ടുള്ള ഓറിയന്റേഷൻ ക്യാമ്പ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ നടത്തുകയുണ്ടായി. അതിന്റെ തുടർ പ്രവർത്തനങ്ങളും നമ്മൾ സാങ്കേതിക രംഗത്ത് സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യം പറയാനായി പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ലൈറ്റിംഗ്, ആർട്ട് ആൻഡ് ഡിസൈൻ, കോസ്റ്റ്യൂം, മേക്കപ്പ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, സൂപ്പർവിഷൻ, മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി എന്ന മേഖലകളാണ് പരിശീലനം നൽകുന്നത്. പരിശീലനത്തിന് ശേഷം പ്രൊഫഷണൽ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികളിൽ വനിതകൾക്ക് തൊഴിലവസരത്തിന് വഴിയൊരുക്കും. ഇത്തരം സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് സ്ത്രീ പ്രാതിനിധ്യത്തിന് പ്രാമുഖ്യം നൽകുന്ന ഈ മേളയുടെ മറ്റൊരു പ്രത്യേകത. ഈ മേള മാർക്കറ്റിംഗ് രംഗത്ത് ഒരു വലിയ ഇടപെടൽ നമ്മൾ നടത്തിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിനും രാജ്യത്തിന് പുറത്തുമുള്ള സിനിമാ രംഗത്തെ സാങ്കേതിക മേഖലയെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും നമ്മുടെ സിനിമകൾ ലോക തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കഴിഞ്ഞ വർഷം ആരംഭിച്ചു. ഈ വർഷം നമ്മുടെ അക്കാദമിയും അതുപോലെ തന്നെ KSRTCയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രത്യേകതയും ഈ മേളയുടെ ഭാഗമായി ഉണ്ട് എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മേളയുടെ ഭാഗമായി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നു. മൺമറഞ്ഞുപോയ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങ് അത് നാളെ വൈകിട്ട് 6 മണിക്ക് നിള തിയേറ്ററിൽ നടക്കുകയാണ്. നമ്മളെ വിട്ടുപിരിഞ്ഞ കുമാർ ഷഹാജൻ, മോഹൻ, ഹരികുമാർ, കബീർ പെണ്ണുമ്മ, ചെറുപൂർ വേണു, നെയ്യാറ്റിക്കര കോമളം തുടങ്ങിയവർക്ക് മേള സ്മരണാഞ്ജലി അർപ്പിക്കും. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ശ്രദ്ധാഞ്ജലി പരമ്പര ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച 6 പുസ്തകങ്ങൾ ഈ മേളയുടെ ഭാഗമായി ഞങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട്. 50 ലോക ചലച്ചിത്ര ആചാര്യർക്ക് ആദരവർപ്പിക്കുന്ന ഡിജിറ്റൽ ആർട്ട് എക്സിബിഷൻ ഈ മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. സിനിമ ആർക്കൈവ്, ഡിജിറ്റൽ ആർട്ട് ആൻഡ് ട്രിബ്യൂട്ട് എന്ന എക്സിബിഷൻ സംവിധായകൻ GK രാജീവ് കുമാറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അഗീര ക്രോസോവ, അലൻ റെനെ, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, തർക്കോവിസ്കി, അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, ആഗ്നസ് മാർത്ത മെസറോസ്, മീര നായർ തുടങ്ങി 50 ചലച്ചിത്ര പ്രതിഭകൾ അണിനിരക്കുന്ന ഈ പ്രദർശനം ഡിജിറ്റൽ ചിത്രകലയും ചലച്ചിത്രകലയും സമന്വയിക്കുന്ന അപൂർവ ദിശയിലാണ്. ഓപ്പൺ ഫോറം, ഇൻ കോൺവെർസേഷൻ, മീറ്റ് ദ ഡയറക്ടർ, അരവിന്ദൻ സ്മാരക പ്രഭാഷണം, പാനൽ ഡിസ്കഷൻ തുടങ്ങിയ
അനുബന്ധ പരിപാടികളും മേളയെ സജീവമാക്കും. ഈ വർഷം ആദ്യമായി അനശ്വര ചലച്ചിത്ര പ്രതിഭകളായ JC ഡാനിയൽ, PK റോസി, സത്യൻ പ്രേംസിംഗ്, നെയ്യാറ്റിക്കര കോമളം എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് നമ്മള് സ്മൃതി ദീപപ്രയാണം ഇന്നലെ നമ്മൾ നടത്തിയുണ്ടായി. മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിൽ സിനിമയെ അനശ്വരമാക്കിയ ഈ പ്രതിഭകൾ അവരുടെ സ്മരണ തുടങ്ങുന്ന മേരിലാൻഡ് സ്റ്റുഡിയോയിൽ ആദരം അർപ്പിച്ചിട്ടാണ് സ്മൃതി ദിന പ്രയാണം ഇന്നലെ വൈകിട്ട് ചലച്ചിത്രോത്സവ നഗരിലെത്തി ഇവിടെ ആ തിരി കൊളുത്തിക്കൊണ്ട് ഈ 29ാമത് ഫിലിം ഫെസ്റ്റിവലിൽ തുടക്കം കുറിച്ചു. അത് വ്യത്യസ്തമായ ഒരു പുതിയ ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായി ഞങ്ങൾ ഈ വർഷത്തെ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സ്വീകരിച്ചിരുന്ന നിലപാടാണ്. മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തെ നിയുക്തമാക്കിയ പ്രതിഭയുടെ ഓർമ്മകൾ ഇനി വരുന്ന 7 ദിവസവും മാനവ രീതിയിലെ P. ഭാസ്കരൻ മുന്നിൽ ജ്വലിച്ചു നിൽക്കും. എല്ലാ ദിവസവും സാംസ്കാരിക വകുപ്പിന്റെ വിവിധ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സാംസ്കാരിക കലാപരിപാടികൾ എല്ലാ ദിവസവും ഇതിന്റെ ഭാഗമായി ഈ വർഷം പുതിയതായി നമ്മൾ സംഘടിപ്പിച്ചു. അങ്ങനെ മായാത്ത കേരളത്തിലെ ഫിലിം ഫെസ്റ്റിവലിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ഒരുപക്ഷെ എന്നും എല്ലാവരും ഓർക്കാൻ പോകുന്ന ഒരു ഫെസ്റ്റിവലായിരിക്കും 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ദൃശ്യാനുഭവങ്ങൾ സമ്പന്നമാകുന്ന ഈ മേളയുടെ 7 ദിനങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യവും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.